വളരെ സുപ്രധാനമായ തീരുമാനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. മുഹമ്മദ് സ്വാലിഹ് ഹൈക്കോടതിയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. സ്വാലിഹ്, അപ്പോൾ 12 പ്രതികളുടെ ശിക്ഷ 7 വർഷം എന്നുള്ളത് ജീവപര്യന്തത്തിലേക്ക് മാറ്റുന്നു. ഒപ്പം തന്നെ മധുവിൻ്റെ അമ്മ മല്ലിക്ക് 30 ലക്ഷം രൂപ, അത് വ്യക്തത വരേണ്ടതുണ്ട്, എന്നാൽ പോലും നഷ്ടപരിഹാരമായി നൽകാനും പറയുന്നു. ഒന്നാം പ്രതിയെ വെറുതെ വിട്ട കാര്യത്തിലും ഇപ്പോൾ പ്രോസിക്യൂഷൻ സംസാരിക്കുന്നത് കണ്ടു. എന്തുകൊണ്ട് വിചാരണ കോടതി ഈ പ്രതികളുടെ ശിക്ഷ 7 വർഷം മാത്രമാക്കി ചുരുക്കി എന്നുള്ളൊരു ചോദ്യവും സ്വാഭാവികമായി ഉയരില്ലേ? എന്താണ് അതിന് പ്രോസിക്യൂഷൻ നൽകുന്ന മറുപടി, സ്വാലി? പ്രോസിക്യൂഷൻ നൽകുന്ന മറുപടി, അതായത് ഈ പ്രതികൾക്ക് അറിയില്ലായിരുന്നു, അതായത് ഈ മധു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്നത് അറിയില്ലായിരുന്നു. ഇത് എന്ന് കോടതിയിൽ സ്ഥാപിക്കാനായത് മൂലമാണ് ഈ പ്രതികൾക്ക് ഇത്തരത്തിൽ 7 വർഷം ശിക്ഷ എന്നതിലേക്ക് കുറഞ്ഞത് എന്നതാണ് ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ നമ്മോട് പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 12 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചു എന്നത് തന്നെയാണ്. അത് പ്രോസിക്യൂഷന്റെ വിജയമായാണ് കാണുന്നത്. ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ നമ്മോട് സംസാരിക്കുമ്പോഴും ഇക്കാര്യം പറയുന്നുണ്ട്. അതായത് നേരത്തെ വിചാരണ കോടതി 7 വർഷം ശിക്ഷയും അതോടൊപ്പം 50,000 രൂപ 1 ലക്ഷം രൂപ പിഴയും നൽകിയിരുന്നിടത്ത് ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷയും അതോടൊപ്പം 50,000 രൂപ പിഴയും എന്നതായി ശിക്ഷ ഉയർന്നിരിക്കുകയാണ്. ഇപ്പോൾ 12 പ്രതികൾക്കാണ് ഇത്തരത്തിൽ ജീവപര്യന്തം ശിക്ഷയും അതോടൊപ്പം 50,000 രൂപ പിഴയും എന്ന ശിക്ഷയിലേക്ക് വന്നിരിക്കുന്നത്. ഒന്നാം പ്രതിയെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു. അതോടൊപ്പം 16-ാം പ്രതി, നേരത്തെ മണ്ണാർക്കാട് SC/ST കോടതി വിചാരണ കോടതി 3 മാസം പിഴയും അതോടൊപ്പം 500 രൂപ 3 മാസം തടവും 500 രൂപ പിഴയും എന്ന ശിക്ഷയിൽ നിന്ന് ഇപ്പോൾ 1 വർഷം തടവിലേക്കാണ് ഈ പ്രതിയുടെ 16-ാം പ്രതിയുടെ ശിക്ഷ ഉയർത്തിയിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇപ്പോൾ കോടതിയിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ. ഇന്ന് രാവിലെ ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് കോടതി ആദ്യം തീരുമാനിക്കുന്നത് ഈ മറ്റു പ്രതികളുടെ, അതായത് ഈ 12 പ്രതികളുടെ അപ്പീലുകൾ പരിഗണിക്കുന്ന സമയത്ത് അത് തള്ളുകയായിരുന്നു. അതേസമയം ഒന്നാം പ്രതിയെ വെറുതെ വിടുകയും ചെയ്തു. മറ്റൊന്നുള്ളത്, രണ്ടാം പ്രതി മറ്റു പ്രതികൾക്ക് നിലവിൽ ജീവപര്യന്തം ശിക്ഷയിലേക്ക് എത്തുകയാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 12 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ എന്നുള്ളത് തന്നെയാണ്. ശിക്ഷ കൂട്ടി നൽകാൻ പ്രോസിക്യൂഷനും സാധിച്ചു എന്നുള്ളതാണ്. അവരുടെ ശ്രമകരമായിട്ടുള്ള ഒരു വാദം കോടതി അത് മുഖവിലേക്ക് എടുക്കുന്നു, അത് കേൾക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ